ഹലോ ഓൾ. ഇന്ന് ഒരു വാട്ട്സ് ഇൻ മൈ ബാഗ് വീഡിയോ കേട്ടോ. പക്ഷേ എൻ്റെ ബാഗല്ല, എൻ്റെ മോളുടെ ബാഗാണ്. റീസെൻ്റ്ലി ഞങ്ങളൊരു റോഡ് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. സോ റോഡ് ട്രിപ്പിൽ ജസ്റ്റ് ട്രാവലിംഗ് ടൈമിൽ മാക്സിമം അവരെ എൻഗേജിങ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയ കുറച്ച് സാധനങ്ങളാണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത്. റോഡ് ട്രിപ്പ് മാത്രമല്ല, ആക്ച്വലി ഇഫ് യു ആർ പ്ലാനിങ് എനി ഫ്ലൈറ്റ് ട്രിപ്പ് അല്ലെങ്കിൽ എനി കൈൻഡ് ഓഫ് ട്രിപ്പ്, അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ, നിങ്ങളുടെ കൂടെ കയ്യിൽ വെക്കാൻ പറ്റിയ കുറച്ച് സാധനങ്ങൾ. സോ എൻ്റെ മോൾക്ക് ഇപ്പോൾ 9 വയസ്സാണ്. സോ ഫസ്റ്റ് ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. ഒരു ആക്ടിവിറ്റി ബുക്കായിരുന്നു. അതിനൊരു 3.5 റേറ്റിംഗ് കൊടുക്കാൻ പറ്റും. കാരണം കുറച്ചൊക്കെ അവൾ യൂസ് ചെയ്തിട്ടുണ്ട്, കളറിങ് പാർട്ടൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ദിസ് വൺ, ഇതൊരു ക്രോമിയുടെ വാട്ടർ കളറിങ് ബുക്ക്. ഇത് അവളുടെ ബർത്ത്ഡേയുടെ ആ ഒരു ടൈമിൽ ഞാൻ വാങ്ങിയിരുന്നൊരു സാധനമായിരുന്നു. ആൻഡ് ഷീ ലവ്ഡ് ഇറ്റ്. കാരണം വാട്ടർ കളറിങ് തന്നെ ആ ഒരു പെന്നിൽ വെള്ളം നിറയ്ക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് വെരി ഈസി ഫോർ ഹർ. ആൻഡ് ദിസ് വാസ് ദ ഹൈലൈറ്റ് വൺ. ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു ബുക്കാണ്, മൈ ഫസ്റ്റ് ട്രാവൽ ജേർണൽ എന്ന് പറഞ്ഞിട്ട്. കാരണം കുറേ മൊമെൻറ്റ്സ് ഉണ്ടാവും നമ്മുടെ ട്രിപ്പിലുള്ള, പക്ഷെ കുഞ്ഞു കുട്ടികൾ അധികം അത് മിസ്സാവാൻ ചാൻസ് കൂടുതലാണ്. സോ അവരെയും ഈ ഒരു പാർട്ട് ഓഫ് ദ ട്രിപ്പ് ആക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഈ ഒരു ബുക്ക് ക്രിയേറ്റ് ചെയ്തിരുന്നത്. ആൻഡ് ഷീ ലവ്ഡ് ഇറ്റ്, റിയലി ലവ്ഡ് ഇറ്റ്. ആൻഡ് ഐ വാസ് സോ ഹാപ്പി. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു ഫോർ റേറ്റിംഗ് ഈച്ച് ഡേ. ആൻഡ് പിന്നെ കുറച്ച് അവളുടെ മെമ്മറീസ് എഴുതാനും, ഇനി കുറച്ച് ഐ സ്പൈ ഗെയിം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോട്ടോസ് ആഡ് ചെയ്യാനുള്ള കുറച്ച് പ്ലേസ് വെച്ചിട്ടുണ്ട്. അത് പിന്നെ ആഫ്റ്റർ ദ ട്രിപ്പ് ഞാൻ പ്രിൻ്റ് എടുത്ത് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. ആഫ്റ്റർ ദാറ്റ് മറ്റ് എസെൻഷ്യലായിട്ട് വേണ്ട സാധനങ്ങൾ, അതെ, കളേഴ്സ്. സോ ഞാൻ പെൻസിൽ കളേഴ്സും ഒരു സെറ്റ് ക്രയോൺസും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആമസോണിൽ നിന്ന് വാങ്ങിയ ഈ സ്ക്രാച്ച് ബുക്സ്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ജസ്റ്റ് ബ്ലാക്ക് പേപ്പേഴ്സാണ് ഉണ്ടാവുക, പക്ഷേ നമ്മൾ പെൻസിൽ വെച്ചിട്ട്, പെൻസിലല്ല, ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് സ്ക്രാച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ താഴെയുള്ള ആ ഒരു കളർഫുൾ പാർട്ട് നമുക്ക് കാണാൻ പറ്റും. ഷീ യൂസ് ടു എൻജോയ് ദിസ് വൺ. ഓക്കെ, സോ നമ്മൾ ഇപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഡ്രോയിങ് ചെയ്യാം. അതിൻ്റെ താഴെയുള്ള കളർ വരുന്ന സമയത്ത് ഇറ്റ് ലുക്സ് റിയലി പ്രെറ്റി. പിന്നെ കുറേ ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ലൈക്ക് കവായി സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. ആൻഡ് ഇതിൻ്റെ ഒരു 20 പീസസിൻ്റെ പാക്കാണിത്. ഇതും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതായിരുന്നു. പിന്നെ ക്രയോൺസ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്കൊരു പേപ്പർ സോപ്പ് ട്യൂബും സൺഗ്ലാസസ്, ജസ്റ്റ് ഒരു ഫങ്കി വൺ. പിന്നെ കുറച്ച് അവളുടെ ഫേവറേറ്റ് ഡോൾ, ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. സോ ഡു യു ലൈക്ക് ദിസ് വൺ? Thank you for watching. Have a nice day. Bye bye.